ഹായ്, ഞാൻ ഇന്റീരിയർ ഡിസൈനർ സൂര്യ സുബ്നൻ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്ന ഒരു ബെഡ്റൂമാണ്. നമ്മളൊരു ഗ്രേ ആൻഡ് വുഡൻ തീമിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് ഓരോ എലമെന്റ്സ് ആയിട്ട് നോക്കാം. അപ്പം ഇതാണ് നമ്മുടെ വാർഡ്രോബ് വരുന്നത്. വാർഡ്രോബ് ഇവർക്ക് ഒത്തിരി സ്റ്റോറേജ് സ്പേസ് ആവശ്യമുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ നമ്മൾ ലോഫ്റ്റിന്റെ സ്പേസ് കൂടി കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇതിന്റെ ഒരു കളർ ഷെയ്ഡ് എന്ന് പറയുന്നത് സിൽവർ ഗ്രേ ആണ് ഷട്ടേഴ്സിനെല്ലാം കൊടുത്തിട്ടുള്ളത്. സൈഡിൽ നമ്മൾ വുഡൻ ഷെയ്ഡാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഹാൻഡിലൊക്കെ ആണെങ്കിൽ നമ്മൾ മാറ്റ് ഫിനിഷ് ഉള്ള ബ്ലാക്ക് കളർ ഹാൻഡിലാണ് കൊടുത്തിട്ടുള്ളത്, ചെയ്തെടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെ ഒരു വർക്ക് സ്റ്റേഷൻ കൊടുത്തിട്ടുണ്ട്. വർക്ക് സ്റ്റേഷൻ ആയാലും കളർ തീം ആക്സൈസൈഡ് ഒരു വുഡൻ ഷെയ്ഡാണ്. ഇതാണ് നമ്മൾ ഡ്രസ്സിംഗ് യൂണിറ്റ് വന്നിട്ടുള്ളത്. അപ്പൊ ഡ്രസ്സിംഗ് യൂണിറ്റും വർക്ക് സ്റ്റേഷനും ഒരു കണക്ഷൻ ആയിട്ടാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഡ്രസ്സിംഗ് യൂണിറ്റിന് മിറർ നോക്കുകയാണെങ്കിൽ നമ്മളൊരു എമീബ ഷേപ്പാണ്, പ്രത്യേകിച്ചൊരു ഷേപ്പ് എന്ന് പറയാൻ പറ്റില്ല, എമീബ ഷേപ്പാണ് കൊടുത്തിട്ടുള്ളത്. അതിന്റെ പുറകില് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ WPC പാനൽ കൊടുത്തിട്ടുണ്ട്. ഈ WPC പാനലിലാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ആ സിൽവർ ഗ്രേ തന്നെയാണ് നോക്കി സെലക്ട് ചെയ്തിട്ടുള്ളത്. ഈ മിററിന് നമ്മൾ ബാക്ക് സ്പ്ലാഷും ചെയ്തിട്ടുണ്ട് ലൈറ്റ്. അപ്പൊ ഈ പാനൽ നല്ലപോലെ ഹൈലൈറ്റ് ചെയ്യുകയും ചെയ്യും. ഇവിടെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ചെയർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഈ ഡ്രസ്സിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മൾ 2 ഡ്രോവർ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. സെയിം കളർ തീമിൽ തന്നെയാണ് പോയിട്ടുള്ളത്. ഇനി നമുക്ക് അങ്ങോട്ട് പോവാം. പോകുന്നതിന് മുന്നേ നമുക്ക് വിൻഡോ വരുന്നുണ്ട്. വിൻഡോയിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിവിടെ പാനലിംഗ് ചെയ്തിട്ടുണ്ട്. ഇതിവിടെയാണെങ്കിൽ നമ്മൾ WPCയില് പെയിന്റ് ഫിനിഷിനാണ് ഈ പാനലിംഗ് ഒക്കെ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് പെയിന്റ് ചെയ്തിട്ട് നമ്മൾ ആ സെയിം വുഡൻ ഫീല് ക്രിയേറ്റ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മൾ ഫർണിച്ചറൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ ലാമിനേറ്റ് ഫിനിഷ് ആണല്ലോ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ആ ലാമിനേറ്റിന്റെ അതേ ഷെയ്ഡില് നമ്മൾ പെയിന്റ് ചെയ്തെടുക്കുകയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മളെ ബെഡ് കോട്ടിന്റെ ഏരിയ വരുന്നത്. അതിൽ 2 സൈഡ് ടേബിളും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതാണ് ഹൈലൈറ്റിംഗ് വോള്. ഈ ഹൈലൈറ്റിംഗ് വോള് ഇത് ഫാബ്രിക് പാനലാണ്. ആൻഡ് ഈ ഫാബ്രിക് പാനലിന് നമ്മളിത് ഒരു മെറ്റലാണ്, കോപ്പർ ഫിനിഷ് ഉള്ള ഒരു മെറ്റൽ സ്ട്രിപ്പാണ്. ആൻഡ് ഈ സ്ട്രിപ്പ് ബാക്കിലെ സ്റ്റിക്കർ പോലെ നമുക്കിത് ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം. അപ്പൊ നമുക്ക് പല പാറ്റേണിലാണെങ്കിൽ ഒട്ടിച്ചെടുക്കാം. നമ്മൾ ഈ ഒരു ഷേപ്പിലാണ് ഇതിനെ ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. ഓക്കെ, ആൻഡ് ഇവിടെ ആണെങ്കിലും നമുക്കൊരു മിറർ, സൈഡിലൊരു മിറർ ആയിട്ടാണ് ഇതിന്റെ ഒരു ഫിനിഷിങ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ സൈഡ് ടേബിൾ നോക്കുകയാണെങ്കിൽ അപ്പുറത്തെ സൈഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മളാണെങ്കിൽ ലെഗ് ആയിട്ടല്ല കൊടുത്തിട്ടുള്ളത്, വാളിൽ നിന്ന് പ്രൊജക്ട് ചെയ്യുന്ന പോലെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് താഴെ അത്യാവശ്യം സ്പേസ് കിട്ടും, നമുക്ക് ഒരു ക്രൗഡഡ് ആയിട്ട് ഫീൽ ചെയ്യില്ല. അപ്പം നമ്മളെ ക്ലയന്റിനാണെങ്കിൽ ഇഷ്ടമുള്ള കളറായിരുന്നു ഗ്രേ എന്ന് പറയുന്നത്. അപ്പം ആ ഒരു തീമിലാണ് നമ്മൾ ഈ ബെഡ്റൂം ചെയ്തെടുത്തിട്ടുള്ളത്. ഓക്കെ, ഇവിടെ നമ്മൾ വാൾപേപ്പർ ആണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു വാളിലും വാൾപേപ്പർ ആണ് കൊടുത്തിട്ടുള്ളത്. നമുക്കൊരു അറ്റാച്ച് ബാത്റൂമും വരുന്നുണ്ട്. അപ്പം ഇന്നത്തെ ഈ ബെഡ്റൂം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.